രണ്ട് പ്രധാന സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് ബജാജ് ഓട്ടോ ലിമിറ്റഡ്. ബജാജ് ഓട്ടോ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 0.64% വർദ്ധിച്ച് 9,021 ക്ലോസിംഗ് നൽകി. 2.5 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 34, ഡിവിഡന്റ് ഈൽഡ് 0.89%. 52 വീക്കിലോ 6,224, 52 വീക്ക് ഹൈ 12,774. ബജാജ് ഓട്ടോ ഇലക്ട്രിക് ടൂ വീലർ സെഗ്മെന്റിൽ ഓലയെ മറികടന്ന് ഇലക്ട്രിക് ടൂ വീലർ സെഗ്മെന്റിലെ മാർക്കറ്റ് ലീഡറായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. ഗവൺമെന്റ് ഏജൻസിയായ വാഹൻ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട കണക്ക് പ്രകാരം ഡിസംബർ മാസത്തിൽ ബജാജ് ഓട്ടോയുടെ മാർക്കറ്റ് ഷെയറിൽ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള വർധനവുണ്ടായി. റീസെന്റ്ലി ബജാജ് ഓട്ടോ ലോഞ്ച് ചെയ്ത ചേതക് എന്ന ഇലക്ട്രിക് സ്കൂട്ടറാണ് ഈ നേട്ടം കൈവരിക്കുന്നതിന് പിന്നിൽ കമ്പനിയെ സഹായിച്ചത്. ചേതക്കിന്റെ മാർക്കറ്റ് ഷെയറിൽ 570 ബേസിസ് പോയിന്റിന്റെ വർധനവുണ്ടായിട്ടുണ്ട്. അതേസമയം ഓല ഇലക്ട്രിക്കിന്റെ മാർക്കറ്റ് ഷെയർ 18% ചുരുങ്ങുകയും ചെയ്തു. ടി വി എസ് ഇലക്ട്രിക്കിന്റെ മാർക്കറ്റ് ഷെയർ ഒക്ടോബർ മാസത്തിൽ 23%. ഇത് നവംബർ മാസത്തിൽ 22% ചുരുങ്ങിയിട്ടുണ്ട്. ഡിസംബർ മാസത്തിലും 22% അടുത്തായിട്ടാണ് മാർക്കറ്റ് ഷെയർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതായത് ഇപ്പോഴത്തെ ടൂ വീലർ ഇലക്ട്രിക് സ്കൂട്ടർ സെഗ്മെന്റിലെ മാർക്കറ്റ് ഷെയറിൽ ഏറ്റവും ടോപ്പ് മാർക്കറ്റ് ഷെയർ ബജാജ് ഓട്ടോയ്ക്കാണ്. രണ്ടാമത് ടി വി എസിനും, മൂന്നാമത് ഓല ഇലക്ട്രിക്കും. വരുന്ന 2 വർഷത്തിനുള്ളിൽ 20-ലധികം പുതിയ ഇലക്ട്രിക് സ്കൂട്ടറുകൾ മോഡൽ ലോഞ്ച് ചെയ്യാനും കൂടാതെ 40,000 മുതൽ 65,000 രൂപ വരെയുള്ള പ്രൈസ് റേഞ്ചിൽ കൂടുതൽ ഇലക്ട്രിക് സ്കൂട്ടറുകൾ ലോഞ്ച് ചെയ്യാനും ഓല പ്ലാൻ ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ഡിസംബർ 31-നകം സ്റ്റോറുകൾ അഗ്രസീവ് ഓപ്പൺ ചെയ്യാനും കമ്പനി പ്ലാൻ ചെയ്തു. ഇലക്ട്രിക് സ്കൂട്ടറുകളോടൊപ്പം തന്നെ മോട്ടോർ സൈക്കിളുകളും മാർക്കറ്റിലെത്തിക്കാനും ഓല ശ്രമിക്കുന്നുണ്ട്. ഈ കമ്പനിയുടെ ഈ അഗ്രസീവ് എക്സ്പാൻഷൻ പ്രോജക്റ്റുകൾക്കിടയിലാണ് കമ്പനിയുടെ മാർക്കറ്റ് ഷെയർ തുടർച്ചയായി നഷ്ടപ്പെടുന്നതും ബജാജ് ഓട്ടോ പോലുള്ള ഒരു പ്രൊമിനന്റ് പ്ലെയർ മാർക്കറ്റ് ഷെയർ ക്യാപ്ചർ ചെയ്യുന്നതും. ഡിസംബർ മാസത്തിൽ ഇലക്ട്രിക് സ്കൂട്ടർ മോഡലായ ചേതക്കിന്റെ 7,000 യൂണിറ്റുകളാണ് ബജാജ് ഓട്ടോ വിറ്റഴിച്ചത്. ടി വി എസ് 5,500 യൂണിറ്റുകൾ വിറ്റഴിച്ചപ്പോൾ ഓല 4,900 യൂണിറ്റുകളാണ് വിറ്റഴിച്ചത്. 2024 ഏപ്രിൽ മാസത്തിൽ ഓലയ്ക്ക് 52% മാർക്കറ്റ് ഷെയർ ഉണ്ടായിരുന്നു. മാർക്കറ്റ് ഷെയർ ഇപ്പോൾ 18% ഇടിഞ്ഞു. ബജാജ് ഓട്ടോയുടെ മാർക്കറ്റ് ഷെയർ 2024 ഏപ്രിൽ മാസത്തിൽ 12% അതിപ്പോൾ 28% ഉയർന്നു. ടി വി എസ് ഇലക്ട്രിക്കിന്റെ മാർക്കറ്റ് ഷെയറും 12% നിന്നും 22% മെച്ചപ്പെടുകയും ചെയ്തു. ബജാജ് ഓട്ടോ ബജാജ് ഗ്രൂപ്പിന്റെ 2 വീലർ 3 വീലർ മാനുഫാക്ചർ ചെയ്യുകയും എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഫ്ളാഗ്ഷിപ്പ് കമ്പനിയാണ്. ROE 26%, ROCE 33%. സെയിൽസ് 10,838 കോടിയിൽ നിന്ന് 13,247 കോടിയിലേക്ക് കമ്പനിക്ക് മെച്ചപ്പെടുത്താൻ സാധിച്ചെങ്കിലും ഇപ്രാവശ്യം ക്വാർട്ടർലി റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് 2,000 കോടിയിൽ നിന്നും 1,385 കോടിയിലേക്ക് ഇടിഞ്ഞിരുന്നു. ഓപ്പറേറ്റിംഗ് മാർജിൻ 20% നിന്നും 16% ഇടിഞ്ഞതും ടാക്സ് പെർസെന്റേജ് ഉയർന്നതുമാണ് പ്രോഫിറ്റ് ഇടിയാനുള്ള പ്രധാന കാരണം. FAസിന് 14%, DAസിന് 8%, പ്രൊമോട്ടേഴ്സിന് 55% സ്റ്റേക്ക് ഹോൾഡിംഗ് ആണ് ബജാജ് ഓട്ടോയിലുള്ളത്. കൂടാതെ കമ്പനി ഒരു നെറ്റ് ഡെപ്റ്റ് ഫ്രീ കമ്പനിയാണ്. 5,000 കോടിയുടെ കടമുണ്ടെങ്കിലും 30,700 കോടി രൂപയുടെ റിസർവ് ഉള്ള കമ്പനിയാണ്. സ്റ്റോക്ക് സപ്പോർട്ട് പ്രൈസിൽ അല്ലെങ്കിൽ അട്രാക്റ്റീവ് പ്രൈസിൽ ലഭിക്കുന്നു. ഒരു സമയത്ത് 12,500, 13,000 വിലയുണ്ടായിരുന്ന സ്റ്റോക്കാണ് ഇപ്പോൾ 9,000 ലഭിക്കുന്നത്. 9,000 സ്റ്റോക്കിന്റെ സ്ട്രോങ് സപ്പോർട്ടും 8,750 സ്റ്റോക്കിനെ അക്കുമുലേറ്റ് ചെയ്യാനുള്ള മികച്ച റേഞ്ചുമാണ്. രണ്ടാമത്തെ അപ്ഡേറ്റ് ITC ലിമിറ്റഡുമായി ബന്ധപ്പെട്ടത്. ITC 2.26% ഉയർന്ന് 471 ക്ലോസിംഗ് നൽകി. 52 വീക്ക് ഹൈ 528, 52 വീക്കിലോ 399. 5.8 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 28. ഡിവിഡന്റ് ഈൽഡ് 2.92%. ഒരു മാസം കൊണ്ട് ഫ്ലാറ്റ് റിട്ടേൺ നൽകിയ ITC ഒരു വർഷം കൊണ്ട് 2.79% റിട്ടേൺ നൽകി. 52 വീക്ക് ഹൈയിൽ നിന്നും കൺസിഡറബിൾ ഡിസ്കൗണ്ട് ലഭിക്കുന്ന സ്റ്റോക്കാണ്. അതേസമയം ഇൻഡെക്സുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇൻഡെക്സിനെ ബീറ്റ് ചെയ്ത റിട്ടേൺ സ്റ്റോക്ക് നൽകിയിട്ടുമില്ല. ITC എന്ന സ്റ്റോക്കിൽ ഒരു ഫാസ്റ്റ് മൂവ്മെന്റ് ഒരിക്കലും പ്രതീക്ഷിക്കരുത്. ഇത് ഒരു ലോ ബീറ്റ കാറ്റഗറിയിലുള്ളതും അതേസമയം ഡിവിഡന്റ് ഇൻവെസ്റ്റേഴ്സിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ളതുമായ ഒരു സ്റ്റോക്കാണ്. ഈ സ്റ്റോക്കിന് 459 എന്ന 200 ഡേ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിൽ സ്ട്രോങ് സപ്പോർട്ട് ലഭിക്കുന്നതുകൊണ്ട് പല ബ്രോക്കേജ് ഏജൻസികളും സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും 510 മുതൽ 530 വരെയുള്ള ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. 480 രൂപയുടെ സ്റ്റോപ്പ് ലോസ് ആണ് മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സിഗരറ്റ് സെക്ടറിന്റെ ഗ്രോത്ത് ഇൻടാക്ട് ആയതും സിഗരറ്റിന് മുകളിലുള്ള GST 28% മുകളിലേക്ക് ഗവൺമെന്റ് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കാത്തതും ITC എന്ന കമ്പനിക്ക് സിഗരറ്റിന്റെ ലെങ്ത് അനുസരിച്ച് 5 മുതൽ 36% കോമ്പൻസേഷൻ സെസ് ലഭിക്കുന്നതിന്റെയും പശ്ചാത്തലത്തിൽ മാക്രി പോലുള്ള ബ്രോക്കേജ് ഏജൻസികളും സ്റ്റോക്കിൽ ബുള്ളിഷ് സെന്റിമെന്റ് വെച്ച് പുലർത്തുന്നുണ്ട്.
ഇതിന്റെ പശ്ചാത്തലത്തിൽ വരും സമയങ്ങളിൽ ITC എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ടെക്നിക്കലി സ്റ്റോക്ക് 5 ഡേ 10 ഡേ 10 ഡേ 20 ഡേ 30 ഡേ 100 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിന് താഴെയാണെങ്കിലും 200 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിനും സിമ്പിൾ മൂവിംഗ് ആവറേജ് റേഞ്ചിനടുത്തും സ്റ്റോക്കിന് സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ കമ്പനിയുടെ റവന്യൂ 16.8% വർദ്ധിച്ച് 16,550 കോടിയിൽ നിന്ന് 19,328 കോടിയിലേക്കും പ്രോഫിറ്റ് 3% വർദ്ധിച്ച് 4,927 കോടിയിൽ നിന്നും 5,078 കോടിയിലേക്കും ഉയർന്നിരുന്നു. ITCയെ സംബന്ധിച്ചിടത്തോളം 460, 480 തുടങ്ങിയ റേഞ്ചുകളിൽ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് സ്റ്റോക്കിൽ 500, 510 പോലുള്ള ടാർഗറ്റുകൾ എയിം ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്